യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഇതിനെ എതിർക്കുന്നത്. അത് വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളവരെ ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഫസ്റ്റ് പാർട്ട് പോലെയല്ല സെക്കൻഡ് പാർട്ട്. കുറെ കാര്യങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. തീർത്തും കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും കാണേണ്ട സിനിമയാണ്. രാവിലെ മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കണോ? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന ഇത്തരം ലവ് ജിഹാദുകളും ഇത്തരം മതപരിവർത്തനങ്ങളും വളരെ വലുതായി ഇവിടെ നടക്കുന്നുണ്ട്. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബീഫിന്റെ മെറോട്ടയുടെ അതിനപ്പുറം ഇവിടെ നടക്കുന്നുണ്ട്. അത് പക്ഷെ നിങ്ങൾ ആരും കാണുന്നില്ല. അതാണ് ഇവിടുത്തുകാർക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. ബീഫും അതുപോലെ തന്നെ കേരള സ്റ്റോറിയുള്ള പേരും അതൊരു വർഗീയ വിദ്വേഷം. കേരള സ്റ്റോറി എന്നല്ലല്ലോ സിനിമയുടെ പേര്. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നാണല്ലോ സിനിമയുടെ പേര്. നിങ്ങൾ വേർതിരിക്കാതെ ഇതിലൊരു നന്മയുണ്ട്. ആ സിനിമ ഒരു മോട്ടിവേഷനാണ്. അത് ഫ്യൂച്ചർ തലമുറ കണ്ടിട്ട് തന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? മര്യാദക്ക് അവിടെ വല്ലയിടത്തും കിടന്നോ, ഇല്ലെങ്കിൽ എടുത്ത് ചവിട്ടി പുറത്തിട്ട് ഞാൻ.